ഗുഡ് ടു നോ സീരീസിൻ്റെ 15ാം എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഞങ്ങൾ ഈ എപ്പിസോഡ് ചിത്രീകരിക്കുന്നത് കോട്ടയം ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന സെയിൻറ്റ് കിറ്റ്സ് എഞ്ചിനീയറിംഗ് കോളേജിലെ നാഷണൽ ടെക്നിക്കൽ ഇവൻ്റ് ആയിട്ടുള്ള സൃഷ്ടി 24 ഓർഗനൈസ് ചെയ്യുന്ന വിദ്യാർത്ഥിനികൾക്ക് വേണ്ടിയിട്ടാണ്. നമ്മൾ ഒരു പ്രോഗ്രാം ചെയ്യുമ്പോൾ അത് സക്സസ്ഫുൾ ആണ് എന്ന് പറയുന്നതിന് ഓരോരുത്തർക്കും ഓരോ ക്രൈറ്റീരിയയാണ്. സൃഷ്ടിക്ക് എല്ലാ വർഷവും 250ഓളം പ്രൊജക്ട്സ് എക്സിബിറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് വസ്തുത. പല ഇന്ത്യൻ സ്റ്റേറ്റ്സിൽ നിന്നായിട്ട് പിള്ളേർ വരുന്നുണ്ട്. എല്ലാ സ്റ്റോളുകളും ഫില്ലാണെങ്കിൽ ചിലർ പറയും ഇത് ഭയങ്കര സക്സസ്ഫുൾ ആയിരുന്നു. 1000ഓളം രജിസ്ട്രേഷൻ ഓൺലൈൻ വന്നാൽ ചിലർ പറയും ഭയങ്കര സക്സസ്ഫുൾ ആയിരുന്നു. പല സ്റ്റേറ്റ്സിൽ നിന്ന് പിള്ളേർ ഇവിടെ പ്രൊജക്ട്സ് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഫൈനൽ റൗണ്ടിൽ സെലക്റ്റഡ് ആയിട്ട് വന്നു കഴിഞ്ഞാൽ ചിലർ പറയും ഇത് സക്സസ്ഫുൾ ആണ്. എന്നാൽ 4 കൊല്ലമായിട്ട് ഈ കോളേജിൽ എഞ്ചിനീയറിംഗിന് പഠിക്കുന്ന വിദ്യാർത്ഥിനികൾക്ക് നിങ്ങൾക്കിത് സക്സസ്ഫുൾ ആണോ എന്ന് ചിന്തിക്കാനായിട്ടൊരു പുതിയൊരു ക്രൈറ്റീരിയ ആണ് ഇന്ന് ഞങ്ങൾ ഗുഡ് ടു നോ സീരീസിൽ അവതരിപ്പിക്കുന്നത്. ഒരു വ്യക്തി ഏത് മേഖലയിലാണോ എക്സൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ആ മേഖലയിൽ ആഴമേറിയ അറിവും ആ മേഖലയിലുള്ള ഒരു എക്സ്പോഷറും ബ്രെയിനിന് കൊടുത്തെങ്കിൽ മാത്രമേ ആ വ്യക്തിക്ക് അദ്ദേഹം വിചാരിച്ച മേഖലയിൽ എക്സൽ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. ഒരു എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിയെ സംബന്ധിച്ച് ആ വിദ്യാർത്ഥിയുടെ ഒരു കോർ ഏരിയ അല്ലെങ്കിൽ തുറുപ്പ് ചീട്ടാണ് പ്രോജക്റ്റും സെമിനാറും. ഏതൊരു കോർ ഇൻ്റർവ്യൂവിന് പോയാലും ശരി, ഏതൊരു നോർമൽ ഇൻ്റർവ്യൂവിന് പോയാലും ശരി, ആ വിദ്യാർത്ഥിയുടെ അടുത്ത് പ്രൊജക്റ്റിനെ പറ്റിയും സെമിനാറിനെ പറ്റിയും ചോദിക്കും എന്നുള്ളതൊരു വസ്തുതയാണ്. അപ്പോൾ എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിക്ക് പ്രോജക്റ്റ് അല്ലെങ്കിൽ സെമിനാറിൽ എക്സൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ മേഖലയിൽ ആ വിദ്യാർത്ഥിയുടെ ബ്രെയിനിനെ ഇന്നോവേറ്റീവ് ഐഡിയാസും നോളജും കൊണ്ട് ഫീഡ് ചെയ്യേണ്ട ആവശ്യകത ഉണ്ട്. അപ്പോൾ 1ാം വർഷം വരുമ്പോൾ 250 പ്രൊജക്ട്സ് കാണുന്നു, 2ാം വർഷം വരുമ്പോൾ വേറൊരു 250 പ്രൊജക്ട്സ് കാണുന്നു, 3ാം വർഷം വരുമ്പോൾ ഒരു 250 പ്രൊജക്ട്സ് കൂടെ കണ്ടാൽ മാത്രം പോരാ. ഓരോ സ്റ്റോളിലും പോയി അവിടെ 2 മിനിറ്റ് ചിലവഴിച്ച് ആ ഇന്നോവേറ്റീവ് ഐഡിയ മനസ്സിലാക്കിയാൽ മാത്രമേ അതുകൊണ്ട് പ്രയോജനമുള്ളൂ. അങ്ങനെ ഒരു വിദ്യാർത്ഥി ചെയ്ത് കഴിയുമ്പോൾ 4ാം വർഷം ആകുമ്പോഴത്തേക്ക് ബ്രെയിൻ വിൽ ഗീവ് എ സൂപ്പർ ഐഡിയ ഫോർ ദ മെയിൻ പ്രോജക്റ്റ് ആൻഡ് ഓൾസോ ഗീവ് ന്യൂ നോളജ് ഓർ ന്യൂ ഹൊറൈസൺസ് റിഗാർഡിംഗ് ദ സെമിനാർ വെയർ ദ സ്റ്റുഡൻറ്റ് ഹാസ് ടു ഗെറ്റ് ഇൻ ടു. ഇതാണ് ഒന്നാമത്തെ കാര്യം. 2ാമത്തെ കാര്യം, നമ്മളൊരു പ്രൊജക്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ ജസ്റ്റ് നമ്മുടെ ഒരു തോട്ടിലാണ് സാധാരണ വിദ്യാർത്ഥികളെല്ലാം പ്രൊജക്റ്റ് ചെയ്യുന്നത്. പക്ഷേ ഞാൻ സമൂഹത്തിലോട്ട് ഇറങ്ങിക്കഴിയുമ്പോൾ എൻ്റെ കൂടെയുള്ള ബാക്കിയുള്ള ബിടെക് വിദ്യാർത്ഥികൾ ഏത് തരത്തിലുള്ള പ്രൊജക്ട്സ് ആണ് ചെയ്യുന്നത്, അവരുമായിട്ട് ഞാൻ എൻ്റെ പ്രൊജക്റ്റിന് പിടിക്കാൻ പറ്റുമോ, അതുമായിട്ട് കോമ്പീറ്റ് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ നമ്മൾ അറിയേണ്ട ആവശ്യകതയുണ്ട്. അല്ലെങ്കിൽ നമ്മൾ ഒബ്സൊലീറ്റ് ആയിപ്പോവും, അല്ലെങ്കിൽ നമ്മൾ തള്ളപ്പെട്ടു പോകും. നമ്മളൊരു ഇൻ്റർവ്യൂവിന് പോയാൽ തന്നെ നമ്മൾ മാത്രമല്ല, സെയിൻറ്റ് കിറ്റ്സിലെ വിദ്യാർത്ഥികൾ മാത്രമല്ല ഇൻ്റർവ്യൂവിന് പോകുന്നത്, കൂടെ തൊട്ടടുത്തുള്ള കോളേജിലെ സ്റ്റുഡൻസ് കാണും, വേറെ സ്റ്റേറ്റ്സിലെ പിള്ളേർ കാണും. അപ്പോൾ അവരുടെയൊക്കെ പ്രൊജക്ട്സുമായിട്ട് നമുക്ക് താരതമ്യം ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ നമുക്ക് അവിടെ ഒരു തോൽവിയായി പോകും എന്നുള്ളതൊരു സത്യമല്ലേ. അതുകൊണ്ട് നമ്മൾ ഇവിടെ കേരളത്തിൽ പഠിക്കുന്ന അല്ലെങ്കിൽ സെയിൻറ്റ് കിറ്റ്സിൽ പഠിക്കുന്ന ഓരോ വിദ്യാർത്ഥിനിയും ഇന്ത്യയിലുള്ള കുട്ടികൾ ബിടെക് വിദ്യാർത്ഥികൾ ചെയ്യുന്ന പ്രൊജക്ട്സിനെ പറ്റി ഒരു അറിവ് സമ്പാദിക്കുന്നത് അല്ലെങ്കിൽ അപ്ഡേറ്റഡ് ആവുന്നത് ഒരു അത്യന്താപേക്ഷിതമായിട്ടുള്ള ഘടകമാണ്. അതും ഈ സൃഷ്ടി നിങ്ങളെ സഹായിക്കും. ഒരു 15 സ്റ്റേറ്റ്സിൽ നിന്നോളം പിള്ളേർ വരുമ്പം അവർ ആ ഓരോ സ്റ്റേറ്റ്സിലും പിള്ളേർ ചെയ്യുന്ന പ്രോജക്ട്സ് എന്തൊക്കെയാണ്, അവർ ഏത് നിലവാരത്തിൽ നിൽക്കുന്നു, അവരുടെ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് എന്തുമാത്രമാണ്, ഇതൊക്കെ കാണുമ്പം നമ്മളും അപ്ഡേറ്റഡ് ആവും, നമ്മളും മോട്ടിവേറ്റഡ് ആവും. 3ാമത്തെ കാര്യം, അഡ്മിനിസ്ട്രേഷനും പ്ലാനിങ്ങും ഓർഗനൈസിങ്ങും അതുപോലെ എക്സിക്യൂഷനൊക്കെ ഒരു 3 ദിവസത്തെ ക്ലാസ് അറ്റൻഡ് ചെയ്താലോ അല്ലെങ്കിൽ ഒരു ടെക്സ്റ്റ് ബുക്ക് വായിച്ചാലോ നമുക്ക് പഠിക്കാൻ പറ്റത്തില്ല. അതിന് നമ്മൾ നേരിട്ട് രംഗത്തിറങ്ങുക തന്നെ വേണം. അപ്പോൾ നമ്മളിത് ഓർഗനൈസ് ചെയ്യുമ്പോൾ ഈ 4 മേഖലകളിൽ നമ്മുടെ നൈപുണ്യം വർദ്ധിക്കും. അതിൽ കൂടെ നമ്മുടെ സെൽഫ് കോൺഫിഡൻസ് ബൂസ്റ്റപ്പ് ആകും. അങ്ങനെ നമ്മൾ കൂടുതൽ എംപ്ലോയബിൾ ആകും. ഈ 3 കാര്യങ്ങളിൽ ഒരു വിദ്യാർത്ഥി അല്ലെങ്കിൽ വിദ്യാർത്ഥിനിക്ക് അച്ചീവ് ചെയ്യാൻ പറ്റിയെങ്കിൽ തീർച്ചയായിട്ടും അങ്ങനെ അച്ചീവ് ചെയ്യുമ്പോഴേ കൂടുതൽ നമുക്ക് സൃഷ്ടി നിങ്ങൾക്ക് സക്സസ്ഫുൾ ആകുക എന്ന് പറയാൻ പറ്റത്തുള്ളൂ എന്ന് നിങ്ങൾ ചിന്തിക്കേണ്ടിയിരിക്കും. നിങ്ങൾ അതിൻ്റെ ഉത്തരം കണ്ടെത്തുക. 1, feed your brain with innovative ideas so that your brain will become smart. And second thing is get updated with the projects done by other BTech students in the country of India. And third thing is learn administration, planning, organizing and execution with real-time projects. That's all. Wish you all the best. Thank you.